ഹലോ, എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ചാപ്റ്ററിന്റെ നെക്സ്റ്റ് വീഡിയോ ആണ്. അതായത് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ഓർ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ആ ഒരു ചാപ്റ്ററിന്റെ നെക്സ്റ്റ് വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. അത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ അതിനെ വളരെ വിശദമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഡെഫിനറ്റ്ലി അത് പഠിച്ചിട്ട് മാത്രമേ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ കടക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ ഞാൻ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അറിയാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ പ്രസന്റ് ചെയ്തു. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് മൂന്ന് ചെറിയ ടോപ്പിക്സ് ആണ്. സ്പീഡ് ഒന്ന്, അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ആവറേജ് സ്പീഡ് എന്നുള്ളതും പറയും. അതോടൊപ്പം തന്നെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. സോ അതിനു മുമ്പേ, സ്പീഡിനെ കുറിച്ച് കിടക്കുന്നതിന് മുമ്പേ ഞാൻ ഒരു ടേം കൂടെ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഒന്ന്, ഡിസ്റ്റൻസ് വേഴ്സസ് ടൈം എന്ന ഇക്വേഷൻ. ഡിസ്റ്റൻസ് വേഴ്സസ് ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന ഇക്വേഷൻ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആവുന്നു എന്നുള്ളതുകൊണ്ട്. ശരി, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മെഷർമെന്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിക്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, അല്ലെ? മെഷർമെന്റ് ഉപയോഗിച്ചിട്ടാണ് ഫിസിക്സിന്റെ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെ നമ്മളൊന്ന് ഡിസ്റ്റൻസ്, അതിന്റെ എത്ര ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യുന്നു ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, സമയം പോകുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് എങ്ങനെ നമുക്ക് മെഷർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മെഷർ ചെയ്താൽ അതിനെ നമുക്ക് ഒരു ഇക്വേഷന്റെ രൂപത്തിൽ എങ്ങനെ എഴുതിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് വളരെ സിമ്പിൾ ആണ് കാര്യം. പറഞ്ഞു വന്നപ്പോൾ അത്രയായി എന്നുള്ളതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് കാര്യം. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, സോ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? ഡിസ്റ്റൻസ് വേഴ്സസ് ടൈം ഈക്വേഷൻ എന്ന് കിടക്കുന്നത്. ഓക്കെ, ഈക്വേഷൻ ആണ്. റൈറ്റ്, സോ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണെങ്കിൽ അതിന്റെ പല പൊസിഷൻസ്, അതായത് ഡിസ്റ്റൻസസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം മാറുന്നതനുസരിച്ച് പല അതിന്റെ പൊസിഷൻസുകൾ എങ്ങനെ നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ മാത്രമാണ് നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇവിടെ ഒരു ടോയ് കാർ കാണാനായിട്ട് സാധിക്കും, അല്ലെ? പക്ഷെ ഈ ടോയ് കാറിനെ ഒരു കാറായിട്ട് കാണാതെ ഒരു പോയിന്റ് ആയിട്ട് ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് കാർ പോവുകയാണ്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത് എടുത്തത്. ഓക്കെ, സോ ഈ പോയിന്റ് മൂവ് ചെയ്യുകയാണ്. എവിടെ തൊട്ട് മൂവ് ചെയ്യുന്നു, എവിടെ തൊട്ട് മെഷർ ചെയ്യുന്നു, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. എവിടെ നിന്നാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നതിനാണ് പോയിന്റ് ഓഫ് റെഫറൻസ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനേർഷ്യൽ പോയിന്റ് ഓഫ് റെഫറൻസ്, നോൺ ഇനേർഷ്യൽ പോയിന്റ് ഓഫ് റെഫറൻസ്, ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൈഡ്. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റിനെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാണ് കേട്ടോ. ഓക്കെ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് നിങ്ങൾക്ക് അറിയാം, എക്സ് വൈ ആക്സിസ്. ഓക്കെ, സോ ഞാൻ ഇവിടെ എക്സ് ആക്സിസിനെ തന്നെ കൺസിഡർ ചെയ്യുന്നു. ഇത് എക്സ് ആക്സിസ് ആണ്. ഈ എക്സ് ആക്സിസ് ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു കേട്ടോ. ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു. ഏത് യൂണിറ്റിലാണ്? മീറ്റർ. ഓക്കെ, സോ ഒരു ഒബ്ജക്റ്റ് എവിടെ നിന്ന് യാത്ര ചെയ്യാൻ തുടങ്ങുന്നത്? ഇവിടെ നിന്നാണ് യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് നമുക്ക് മെഷർമെന്റ് എടുക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ ഒരു പോയിന്റിനെ നമുക്ക് ഒറിജിൻ എന്ന് വിളിക്കാം. ഒറിജിൻ ഓ. ഓക്കെ, ബട്ട് ഞാനൊരു നമുക്ക് കൺസിഡർ ചെയ്യാം, ഈ ഒരു കാറ് ആ ഒറിജിനലല്ല. അത് ഒറിജിനൽ നമ്മൾ മെഷർമെന്റ് എടുക്കാൻ തുടങ്ങും. ഒറിജിനലല്ല, അത് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ടൈം കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ടൈം t=0 സെക്കൻഡ്സ്. ഓക്കെ, പക്ഷെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്? ഈ ഒരു ലൊക്കേഷൻ വേണമെങ്കിൽ എനിക്ക് 2 മീറ്റർ എന്ന് വിളിക്കാം. എവിടെ നിന്ന് മെഷർ ചെയ്യുമ്പോൾ? ഇവിടെ നിന്ന് മെഷർ ചെയ്യുമ്പോൾ 2 മീറ്ററിലാണ്. സോ നമ്മുടെ കാർ ഇവിടെ നിൽക്കുകയാണ്, റേസിംഗിന് നിൽക്കുകയാണ് തന്നെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇത് അങ്ങനെ ട്രാവൽ ചെയ്യണം. ഓക്കെ, റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ t=0 സെക്കൻഡ്സിൽ ഏത് ലെങ്തിലാണ്, പൊസിഷനിലാണ് കാർ നിൽക്കുന്നത്? 2 മീറ്ററിലാണ് നിൽക്കുന്നത്.
റൈറ്റ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ t is equal to 1 second ആവുമ്പോഴത്തേക്കും അത് സ്റ്റാർട്ട് ചെയ്തു. t is equal to 1 second ആയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? ആ കാറ് വേറെ ഒരു ലൊക്കേഷൻ വരെ എത്തി. ഏതാണത്? 4 മീറ്റർ. t is equal to 1 second ആയപ്പോഴത്തേക്ക് അത് 4 മീറ്റർ വരെ എത്തി. തീർന്നിട്ടില്ല, കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. t is equal to 2 seconds ആയപ്പോഴത്തേക്കും ആ കാർ എവിടെ എത്തി? x equal to 6 മീറ്റർ വരെ എത്തി. അത് ഇവിടെ എത്തി 6 മീറ്റർ. ഇനി ഞാൻ ഒന്നുകൂടി എഴുതുകയാണ്. t is equal to 3 seconds. ഇതിനോട് നമ്മൾ മെഷർമെന്റ് നിർത്തുവാണ്, പക്ഷെ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, കാരണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അല്ലെ പോയിന്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, x equal to 8 മീറ്റർ വരെ എത്തി. പക്ഷെ എനിക്ക് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനെ ഈ ഡിസ്റ്റൻസിനെ എവിടെ നിന്ന് മെഷർ ചെയ്യുന്നത്? ഇവിടെ നിന്ന് മെഷർ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു മെഷർമെന്റിനെ എനിക്ക് ഡിസ്റ്റൻസ് എന്നുള്ളത് ടൈമിന്റെ വാല്യൂ ആയിട്ട്, അല്ലെങ്കിൽ ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ട്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ? ടൈം മാറുന്നതനുസരിച്ചാണ് ഡിസ്റ്റൻസസിലെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഡിസ്റ്റൻസ് ഏത് മാറുന്നതനുസരിച്ച് ടൈമിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ഡിസ്റ്റൻസിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഡിസ്റ്റൻസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് പറയാം കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഈ ഫുൾ മെഷർമെന്റിനെ നമുക്ക് അങ്ങനെ എഴുതാൻ സാധിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. t 0 ആയിരുന്നപ്പോൾ ഓൾറെഡി എത്രയുണ്ട്? ഡിസ്റ്റൻസ് 2 മീറ്റർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 2 + 2t എന്ന് എഴുതി കഴിഞ്ഞാൽ, t എന്താണ്? ടൈം. 2t എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുമോ ഇല്ല? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. t is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ 0 ആയി. 2 × 0 0 ആയി. 2 മാത്രം വരും. t is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് x equal to എത്ര വരും? 2 വരും. t equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് x equal to 2 മീറ്റർ വരും. ഓക്കെ, സോ t is equal to 2 seconds സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് 1 second സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 × 1 2 2 + 2 4 മീറ്റർ വന്നു. t is equal to 2 seconds സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2 × 2 4 4 + 2 6. അപ്പോൾ t is equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? 3 × 2 6 + 2 8. അങ്ങനെ നമുക്ക് എഴുതിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ജനറൽ ഇക്വേഷൻ ഉപയോഗിച്ച്, ഈ ഒരു ഇക്വേഷൻ എക്സാമ്പിളിന് വേണ്ടി മാത്രം എഴുതിയ ഇക്വേഷൻ ആണ് കേട്ടോ. ഫ്യൂച്ചറിൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ എഴുതിയത് വെച്ചത്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ ഒരു പ്ലേസിലൊക്കെ നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോകുന്ന. ഓക്കെ, ഡിസ്റ്റൻസിനെ ടൈമിന്റെ രൂപത്തിൽ എഴുതാൻ പറ്റുന്നത് ഇക്വേഷൻ ഉപയോഗിച്ച്. അങ്ങനെ ഒരു ഉള്ളത് കൊണ്ട് നമുക്ക് ഇക്വേഷനെ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്നെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ എഴുതാം? നമുക്ക് ഗ്രാഫ് ഉപയോഗിച്ചൊന്നും കാണിക്കാം. ഓക്കെ, ഇങ്ങനെയാ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിന് ഡിസ്റ്റൻസും ടൈമും രണ്ട് ഫങ്ഷൻസ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈം മാറുന്നതനുസരിച്ച്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, ടൈം മാറുന്നതനുസരിച്ച് ഡിസ്റ്റൻസിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് ചോദിച്ചോട്ടെ, കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ, ഗ്രാഫിൽ വരയ്ക്കുന്നതിന് മുമ്പേ, ഞാൻ ഇവിടെ ടൈം ഒന്നും എഴുതി, ഇവിടെ മീറ്റർ എന്ന് എഴുതി, അല്ലാതെ ഡിസ്റ്റൻസ് ഇവിടെയും എഴുതി. നേരെ തിരിച്ച് എനിക്ക് എടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് ടൈം ഇവിടെ തന്നെ എടുക്കുന്നത്, ഡിസ്റ്റൻസ് ഇവിടെ എടുക്കുന്നത്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു ലിങ്കിൽ കൊടുത്തേക്കുന്നതിനകത്ത് ചെന്നിട്ട് നിങ്ങൾക്കൊന്ന് റിയാക്ട് ചെയ്യാം. ഞാൻ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊന്ന് റിയാക്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ ഇതിന്റെ ആൻസർ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ തീർച്ചയായും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പം ചോദിച്ചത്. എന്താണ് ടൈം എന്തുകൊണ്ട് എക്സ് ആക്സിസിനും ഡിസ്റ്റൻസ് വൈ ആക്സിസിനും എടുത്തിരിക്കുന്നു? ഓക്കെ, സോ ഇതിലേക്ക് നമുക്ക് കിടക്കാം, ഇക്വേഷൻ ഗ്രാഫിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഇവിടെ ടൈം നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന? ടൈം t = 0 സ്റ്റാർട്ട് ചെയ്തു. t = 1 സെക്കൻഡ്, അതോടൊപ്പം തന്നെ t = 2 സെക്കൻഡ്സ്, t = 3 സെക്കൻഡ്സ് ആൻഡ് സോ ഓൺ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈം ഡിസ്റ്റൻസ് എത്ര നമ്മൾ പറഞ്ഞേ? ഡിസ്റ്റൻസ് t = 0 ആണെങ്കിൽ ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്, 2 മീറ്റർ. ഇങ്ങനെയാണെങ്കിൽ ഇത് 4 മീറ്റർ, ഇത് 6 മീറ്റർ, ഇത് 8 മീറ്റർ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം മീറ്ററിലാണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ t is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും t is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും t is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് ഓൾറെഡി 2 മീറ്ററിലായിരുന്നു. ഓക്കെ, ഡിസ്റ്റൻസ് ഓൾറെഡി എവിടെ ആയിരുന്നു? ടൈമിന് t is equal to 0 ആയിരുന്നപ്പോൾ വീഡിയോയുടെ ബാക്കിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. t is equal to 0 ആയിരുന്നപ്പോൾ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 2 മീറ്ററിലായിരുന്നു. സോ ഇവിടെ ആയിരുന്നു കേട്ടോ, t is equal to 0 ആയിരുന്നപ്പോൾ ഡിസ്റ്റൻസ് 2 മീറ്റർ. ഓക്കെ, t is equal to 1 സെക്കൻഡ് ആയിരുന്നപ്പോഴോ 2 into 1 2 plus 2 4. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റിലായിരിക്കും, ഈ ഒരു പോയിന്റ്. റൈറ്റ്, ഓക്കെ. അതോടൊപ്പം t is equal to 2 ആണെങ്കിൽ t is equal to 2 സെക്കൻഡ്സ് ആണെങ്കിലോ എൻ്റെ വാല്യൂ 6 ആയിരിക്കും അല്ലേ ഇവിടെ. കറക്റ്റ്. സോ ഞാൻ ഇതൊന്ന് റഫായിട്ട് നമ്മൾ വരയ്ക്കുന്നത് എക്സാക്ട് വാല്യൂ ഒന്ന് നിങ്ങൾക്ക് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണേ കുറച്ചുകൂടി കൃത്യമായിട്ട് ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് വാല്യൂയിലേക്ക് കിടക്കാം. t is equal to 3 ആണെങ്കിലോ നെക്സ്റ്റ് വാല്യൂ ടിയുടെ വാല്യൂ ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രാഫിനെ നമുക്കൊന്ന് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? നമുക്ക് ഈ പോയിന്റ്സിനെ മാത്രം എന്ത് ചെയ്താൽ മതി? ഒന്ന് ജോയിൻ ചെയ്താൽ മതിയോ? സോ ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം വളരെ ഭംഗിയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് അല്ലേ, ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് നമ്മൾ പറയുന്നതിന് കേട്ടോ, ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ഓക്കെ, സോ ഇത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു ഓരോ സമയവും, അത് വളരെ പ്രധാനം കേട്ടോ. അത് നമ്മൾ നെക്സ്റ്റ് ഇതിന് ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷെ അതിനു മുമ്പേ തന്നെ പലപ്പോഴും ഡിസ്റ്റൻസ് ഏത് യൂണിറ്റിലാണ് നമുക്ക് തരുന്നത്? കിലോമീറ്ററിന്റെ യൂണിറ്റിലും വരാം, മീറ്ററിന്റെ യൂണിറ്റിലും വരാം. അതായത് ഒരു കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാമിനേഷനാണെങ്കിൽ കിലോമീറ്റേഴ്സ് കൊടുത്തിട്ട് അത് മീറ്ററിന്റെ യൂണിറ്റ് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അതേപോലെ അപ്പം സമയത്തിന് ടൈമിന്റെ യൂണിറ്റ് അവേഴ്സിന് കൊടുത്തിരിക്കും, പക്ഷെ അത് സെക്കൻഡ്സിലേക്ക് മാറ്റി നിങ്ങൾ ചെയ്യുന്നതാണ് എളുപ്പം നല്ലത്. ഓക്കെ, തെറ്റത്തില്ല, SI യൂണിറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും എന്താണ് ഈ ഒരു 1 സെക്കൻഡ് ടൈം ഗ്യാപ്പിനുള്ളിൽ എത്ര ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഇവിടുന്ന് മെഷർ ചെയ്യുമ്പോൾ 6, ഇവിടുന്ന് മെഷർ ചെയ്യുമ്പോൾ 4. അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ഇത് ട്രാവൽ ചെയ്തിട്ടുണ്ട്? 6 - 4 2. ഓക്കെ, സോ അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഈ ഒരു ഡിസ്റ്റൻസ് എന്നുള്ളത് 2 മീറ്റർ. എത്ര സെക്കൻഡ്സിലാണ്? 1 സെക്കൻഡ് ടൈം ഗ്യാപ്പിൽ 2 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഡിസ്റ്റൻസ്, ഇത് ടൈം. ഡിസ്റ്റൻസ്, ടൈം, ഇത് സ്ലോപ്പ് നമുക്ക് കിട്ടുന്നുണ്ടോ. ഇതെന്താണ് കിട്ടുന്നത്? ഈ സൈഡിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്ന ടേം കിട്ടും, സ്ലോപ്പ് കിട്ടും. ഓക്കെ, 2 മീറ്റർ 1 സെക്കൻഡിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മോഷനെ കുറിച്ച് ഒന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഭാഗം നോക്കാം. ഇത് എത്ര ഡിസ്റ്റൻസ് ആണ്? 6 തൊട്ട് 6 മീറ്റർ ആണ് ഇത്രയും, റൈറ്റ്? 8 മീറ്റർ ഇത്രയും. അങ്ങനെയാണെങ്കിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 1 സെക്കൻഡിൽ, ഈ ഒരു 1 സെക്കൻഡ് ഗ്യാപ്പില്, ഇതാണ് ഈ ഒരു 1 സെക്കൻഡ് ഗ്യാപ്പില് എത്ര ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തിട്ടുണ്ട്? 8 - 6 എത്രയാണ്? 2 മീറ്റർ. അതായത് 2 മീറ്റർ 1 സെക്കൻഡ്. ഇതിനെ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയും കേട്ടോ. യൂണിഫോം മോഷൻ. യൂണിഫോം എന്താണ്? ഇവിടെ 2 മീറ്റർ ട്രാവൽ ചെയ്ത് 1 സെക്കൻഡില്, ഇവിടെ 2 മീറ്റർ ട്രാവൽ ചെയ്ത് 1 സെക്കൻഡ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതേപോലെ ഒപ്പം തന്നെ കിട്ടും. ഇവിടുന്ന് 0 തൊട്ട് 2 വരെ മെഷർ ചെയ്താൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 2 മീറ്റർ അല്ലേ. 0 തൊട്ട് 4 വരെ മെഷർ ചെയ്താലോ 4 മീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 തൊട്ട് 4 വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്നുള്ളത് എത്രയാണ്? 2 മീറ്റർ ആണ്. എത്ര സമയത്തിനുള്ളിൽ? ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 1 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? 2 മീറ്റർ. എത്ര സെക്കൻഡ്സില്? 1 സെക്കൻഡില്. ഇവിടെയും അത് ട്രാവൽ ചെയ്തേക്കുന്നത് 2 മീറ്റർ 1 സെക്കൻഡ്. ഇവിടെ ട്രാവൽ ചെയ്തേക്കുന്നത് 2 മീറ്റർ 1 സെക്കൻഡ്. ഇതിനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അതിന് മുമ്പേ അതായത് യൂണിഫോം സ്പീഡ് എന്ന് പറയും. പക്ഷെ സ്പീഡ് ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ എന്തിനു വേണ്ടി ഈ ഇക്വേഷൻ, ഈ ഗ്രാഫ് വരച്ചതെന്ന് ചോദിച്ചാൽ ഈ ഒരു ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഇക്വേഷനെ ഡിസ്റ്റൻസ് ടൈം ഇക്വേഷൻ എന്ന് വിളിക്കാം. ഡിസ്റ്റൻസ് വേഴ്സസ് ടൈം ഇക്വേഷനോ ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇക്വേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. വളരെ സിമ്പിൾ കാര്യമാണ്. ഗ്രാഫൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാഫൊക്കെ 8, 9 ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ ആരെങ്കിലും
മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ അത് എഴുതിയത്. സോ നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ ടോപ്പിക്കാണ് സ്പീഡ്. സ്പീഡ് സ്പീഡ് എന്ന് എന്താ? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സാധാരണമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് സ്പീഡ്, അല്ലേ? വളരെ സാധാരണമായിട്ട് നമ്മൾ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും വളരെ സ്പീഡ് അധികം കൂട്ടുകാരൊക്കെ വളരെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്തു, നിങ്ങൾ വളരെ സ്പീഡിലാണ് ആ ബസ് യാത്ര ചെയ്ത് പോയത്, നമ്മൾ യാത്ര ചെയ്തത് വളരെ സ്പീഡിലായിരുന്നു, സ്പീഡ് വളരെ കൂടുതലായിരുന്നു ഒരു ബസ്സിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ സ്പീഡ് വളരെക്കും. അതുകൊണ്ട് തന്നെ സ്പീഡ് എന്ന് പറയുന്ന ടേം വളരെ സാധാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. എന്താണ് ഈ സ്പീഡ് എന്നുള്ളത്? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? സയൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ മേലാത്തവരാൽ പോലും നമ്മൾ പലപ്പോഴും സ്പീഡ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാറുണ്ട്. രണ്ട് വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി വളരെ അധികം വേഗത്തിലാണ് പോകുന്നെങ്കിൽ മറ്റേ വണ്ടി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്താണ്? രണ്ടാമത്തെ വണ്ടി വളരെ സ്പീഡ് അധികത്തിലാണ് പോകുന്നത്, അല്ലെ? അധികം സ്പീഡിലാണ്, ഓർ ഇറ്റ് മൂവ്സ് ഫാസ്റ്റർ ദാൻ ദി അതർ വൺ. ഓക്കെ, സോ ഇതിനെ കുറിച്ചൊന്ന് പറയാനായിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. സ്പീഡ് എന്ന് എന്താ? സ്പീഡ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ യൂണിറ്റ് ടൈം. അതായത് സ്പീഡ് എന്നുള്ളത് എത്ര ഡിസ്റ്റൻസ് ആണോ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത് അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് 1 അവർ, ഇത് 1 വരുന്ന ക്വാണ്ടിറ്റി. 1 സെക്കൻഡ് ആണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് 1 സെക്കൻഡിൽ ഒരു കാർ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ബസ് ട്രാവൽ ചെയ്യുന്നു, സൈക്കിളിൽ ട്രാവൽ ചെയ്യുന്നു, അതിനെയാണ് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇഫ് 1 സെക്കൻഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഫസ്റ്റിന് ആ കാർ 2 മീറ്റർ ആണ് 1 സെക്കൻഡ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പുറം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 3 മീറ്റർ ട്രാവൽ ചെയ്യാൻ തുടങ്ങി 1 സെക്കൻഡിൽ തന്നെ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും 1 സെക്കൻഡിൽ തന്നെ 6 മീറ്റർ ട്രാവൽ ചെയ്യുന്നു. അത് സെയിം സ്പീഡിലല്ല ട്രാവൽ ചെയ്യുന്നത്, പല പല ഡിഫറെന്റ് സ്പീഡുകളിലാണ്. റൈറ്റ്? സോ സ്പീഡ് ചേഞ്ച് ആയി, അതായത് വേരിയബിൾ സ്പീഡ് എന്ന് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും. പക്ഷെ നമ്മൾ ഇത് പറഞ്ഞു വന്ന ഇക്വേഷൻ ഇത്രേ ഉള്ളൂ, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇത് പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കും. എങ്ങനെയാണ് ഈ മാറ്റി ഉപയോഗിക്കുന്നത് പറയാൻ സാധിക്കുന്നത്? ഞാനിപ്പോ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയല്ലോ, ഈ ഇക്വേഷനിൽ നിന്ന് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ, അല്ലെ? അതോടൊപ്പം തന്നെ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് നമുക്ക് എഴുതാമല്ലോ. കുട്ടികളെ എല്ലാവരും എഴുതിയത് വെക്കണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇനിയും വരുന്ന ഈ വീഡിയോയിൽ തന്നെ ഇനിയും വരുന്ന ടോപ്പിക്കിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടൈം, അതേപോലെ തന്നെ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇത് എല്ലായിടത്തും പലപ്പോഴും ഫിസിക്സിൽ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഈക്വേഷൻ എന്തുകൊണ്ടാണ് അതിന് ഈക്വേഷൻ എന്ന് വിളിക്കുന്നത്? ഈക്വൽ ടു സൈൻ ഉള്ളതാണ്. ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ ആവുന്ന കണ്ടീഷനാണ് ഈക്വൽ ടു. ഓക്കെ, സോ ഇതാണ് സ്പീഡ്. ഓക്കെ, സോ ഇനിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ടേം എന്താണ്? നെക്സ്റ്റ് ടേം എന്നുള്ളത് യൂണിഫോം സ്പീഡ് എന്നുള്ളതാണ് കേട്ടോ. യൂണിഫോം സ്പീഡിന്റെ കാര്യമാണ് നമ്മൾ ഓൾറെഡി മുന്നിലൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. മുന്നിൽ ആ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഒബ്ജക്റ്റ് ഒരേ 1 സെക്കൻഡ് ടൈമിൽ ഒരു ഒബ്ജക്റ്റ് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 1 സെക്കൻഡ് ടൈമില് അത് 2 മീറ്റർ യാത്ര ചെയ്തു. വീണ്ടും നെക്സ്റ്റ് 1 സെക്കൻഡ് ടൈമില് വീണ്ടും അതേ സമയം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. വീണ്ടും 1 സെക്കൻഡ് ടൈമില് അത് വീണ്ടും അതേ സെയിം എമൗണ്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അത്രയും ട്രാവൽ ചെയ്തു കേട്ടോ, അവിടെ തന്നെ നിൽക്കുമല്ല, ട്രാവൽ ചെയ്തു. വീണ്ടും 1 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 2 മീറ്റർ ആണെങ്കിൽ അത് യൂണിഫോം സ്പീഡില് യൂണിഫോം സ്പീഡിൽ യാത്ര ചെയ്യുകയാണ് എന്ന് നമുക്ക് പറയാം. If an object travels equal distance in equal interval of time എന്ന് വെച്ചാൽ ഒരു കൃത്യമായിട്ടൊരു സമയത്തിന് ഇടവേള കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കൃത്യമായിട്ട് ഒരു ടൈമിന്റെ ഉള്ളിൽ ആ ഒരു ഒബ്ജക്റ്റ് എപ്പോഴും സെയിം എമൗണ്ട് ആണ് ട്രാവൽ ചെയ്യുന്നത്, സെയിം എമൗണ്ട് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് യൂണിഫോം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന് നമുക്ക് വിളിക്കാം. അത്ര വളരെ നിസ്സാരമാണ്. മറിച്ച് ഈ ഒരു സെയിം ഒബ്ജക്റ്റ് അത് 2 മീറ്റർ ട്രാവൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്പീഡ് ഒന്ന് കൂട്ടി,
ഒരേ സെക്കൻഡിൽ തന്നെ അത് 3 മീറ്റർ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ട്രാഫിക് കാണും, എന്റെ സ്പീഡ് ഒന്ന് കുറഞ്ഞു. വീണ്ടും എന്റെ സ്പീഡ് ഒന്ന് കൂട്ടി, അത് ഏകദേശം വീണ്ടും ഭയങ്കരമായിട്ട് ആക്സിലറേറ്റ്, വളരെ സ്പീഡ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടോ നോക്കി, ഈ ഇന്റർവെൽ ഓഫ് ടൈമില് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിഫറെന്റ്. ഇതിനെ നമ്മൾ വേരിയബിൾ സ്പീഡ് ഓർ നോൺ യൂണിഫോം സ്പീഡ് എന്ന് വിളിക്കും. എന്താണ് ഇതിന്റെ ഡെഫിനേഷൻ? ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ. ഇഫ് ആൻ ഒബ്ജക്ട് ട്രാവൽ non-equal distance or unequal distance in equal interval of time, ഇവിടെ യൂണിഫോം സ്പീഡിന്റെ കേസിൽ എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിഫോം സ്പീഡ് എന്ന് വിളിക്കാം. മറ്റേ നമ്മൾ അൺഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, റൈറ്റ്? നമ്മൾ എക്സാമ്പിൾ കൂടെ പറഞ്ഞു പോവാം. നമ്മൾ യൂണിഫോം സ്പീഡിന്റെ കേസ് പറഞ്ഞപ്പോ നമ്മൾ പ്രീവിയസ് ഒരു എക്സാമ്പിൾ നമുക്ക് അത് നിങ്ങൾ ഓർക്കുന്നെന്ന് കരുതുന്നു. നമ്മൾ ഡിസ്റ്റൻസ് വേഴ്സസ് ടൈം ഗ്രാഫിൽ നമ്മൾ വരച്ചാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ഗ്രാഫിന്റെ ഷേപ്പ്? സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരുന്നു അല്ലെ? സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരുന്നു. പലപ്പോഴും യൂണിഫോം സ്പീഡിന്റെ ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്നുള്ളത് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും കേട്ടോ. സോ ഒരു സ്റ്റെപ്പ് നെക്സ്റ്റിലേക്ക് ഞാൻ കടക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, t=0 ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 2 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. t=1 സെക്കൻഡ് ആയപ്പോഴത്തേക്കും അത് 4 മീറ്റർ ട്രാവൽ ചെയ്തു. 1 സെക്കൻഡ്. 2 സെക്കൻഡ് ആയപ്പോഴത്തേക്കും അത് 6 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 3 സെക്കൻഡ്സ് ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? 8 സെക്കൻഡ്. സോ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് എങ്ങനെ കിട്ടിയത്? t=0 t=0 സെക്കൻഡ്സില് t=0 സെക്കൻഡ്സിൽ അത് 2, t=1 സെക്കൻഡില് എത്രയാണ്? 4 മീറ്റർ, റൈറ്റ്? t=2 സെക്കൻഡ്സിൽ എവിടെ കിട്ടി? കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതിയാണ് അല്ലേ? ഓക്കെ, അവിടെയാണ്. t=3 സെക്കൻഡ്സ് ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അത് ഇവിടെ വരെ എത്തി. ഓക്കെ, ഞാൻ ഇതിനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഷേപ്പ് എന്താണെന്ന് ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്, ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ഇങ്ങനെ ഒരു ഗ്രാഫിന് അങ്ങനെയാണെങ്കിൽ നമുക്ക് റഫായിട്ട് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് വേഴ്സസ് ടൈം ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ റഫായിട്ട് നമുക്ക് ഇതൊരു ലീനിയർ ഗ്രാഫാണ്, റൈറ്റ്? ഓക്കെ, അതോടൊപ്പം തന്നെ ഇതൊരു ലീനിയർ ഗ്രാഫാ. ഓക്കെ, സോ ഇതെല്ലാം ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഗ്രാഫിൽ നിന്നും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതൊരു യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രാഫാണ്. അതുകൊണ്ടാണ് ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫും യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഗ്രാഫാണ്. ഇതോ അതും യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഗ്രാഫാണ്. ഇതും യൂണിഫോം സ്പീഡിൽ, സെയിം സ്പീഡിൽ, അതായത് ഇത് ചിലപ്പം 1 മീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 1 മീറ്റർ ട്രാവൽ ചെയ്യുന്ന ഗ്രാഫ് ആണെങ്കിൽ എക്സാമ്പിൾ കേട്ടോ, ഇത് 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും കേട്ടോ. ഇത് ചിലപ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. പക്ഷെ ഒരു സെക്കൻഡിൽ എപ്പോഴും 4 മീറ്റർ മാത്രമേ അത് ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് യൂണിഫോം സ്പീഡിനകത്താണ് പെടുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഒരു കാര്യമേ ഉള്ളൂ. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ഉപയോഗിച്ച്, സ്ലോപ്പിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സ്ലോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഗ്രാഫിനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷെ നമുക്ക് ബേസിക്കലി എന്താണ് നമുക്ക് കിട്ടേണ്ട ഐഡിയ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം എന്തിന്റെ ഗ്രാഫാണ്? യൂണിഫോം സ്പീഡിന്റെ ഗ്രാഫാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പ്രോബ്ലം ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഇതൊരു വെഹിക്കിളിന്റെ ഗ്രാഫ്, ഇത് കാർ ബി എന്ന കാറിന്റെ ഗ്രാഫ്, ഇത് സി എന്ന കാറിന്റെ ഗ്രാഫ്. ഇതിനകത്ത് ഗ്രാഫ് മാത്രം കണ്ടുകൊണ്ട് ഏത് കാറാണ് ഫാസ്റ്റർ ആയിട്ട് യൂണിഫോം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനാണോ സ്ലോപ്പ് അധികമായിട്ടുള്ളത് അത് വളരെ അധികം സ്പീഡിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും സി ഗ്രാഫ്. ഒരു കാർ
കാറിന്റെ ഗ്രാഫ് ആണെങ്കിൽ ആ കാറാണ് വളരെ സ്പീഡ് അധികമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു ഞാൻ. റൈറ്റ്. സോ സ്ലോപ്പിനെ കുറിച്ചും ട്രിഗ്നോമെട്രിയിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ വരുന്ന പല ഇക്വേഷനെ കുറിച്ചും ഒക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ഞാൻ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഈ ബേസിക് കാര്യങ്ങൾ അറിയാം എന്നുകൊണ്ട് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് കിടക്കുന്നത്. 8, 9, 10 ക്ലാസ്സുകളിലെ ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതിയിട്ടുണ്ട്. ഓക്കെ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് കിടക്കാം. യൂണിഫോം സ്പീഡ് ആയപ്പോഴത്തേക്കും ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണെങ്കിൽ നോൺ യൂണിഫോം സ്പീഡ് ആണെങ്കിലോ ആ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കും? ഒരു ഇമാജിനേഷന് വേണ്ടി മാത്രം, വാല്യൂസ് ഒന്നും എടുക്കാതെ തന്നെ. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണെങ്കിൽ യൂണിഫോം സ്പീഡാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രാഫ് ഇങ്ങനെ ഇരുന്നാൽ മതിയില്ലേ? ഇത് നോൺ യൂണിഫോം സ്പീഡിന്റെ ഗ്രാഫാ. ഇങ്ങനെ ആയിരിക്കാം, അത് നോൺ യൂണിഫോം സ്പീഡിന്റെ ഗ്രാഫ്. സോ ലീനിയർ അല്ലാതെ വരുന്ന ഏത് ഷേപ്പും ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആയിരിക്കണം കേട്ടോ. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നോൺ ലീനിയർ ആയിട്ട് വരുന്ന എന്ത് ഗ്രാഫും നോൺ യൂണിഫോം സ്പീഡിന്റെ ഗ്രാഫ് ആയിരിക്കും. കഴിഞ്ഞു. വളരെ സിമ്പിൾ കാര്യമാണ്. ഓക്കെ. ഇനി എന്റെ ഫേവറേറ്റ് that is average speed. ഒരു വെഹിക്കിൾ ട്രാവൽ ചെയ്തോണ്ടിരിക്കുക. ഞാൻ തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഒന്നിച്ച് എറണാകുളത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് ട്രാവൽ ചെയ്യാണ്, കാറിൽ ട്രാവൽ ചെയ്യാന്ന് വെച്ചു. നിങ്ങൾക്കറിയാം എറണാകുളത്തെ സ്പീഡ് ട്രാഫിക് എങ്ങനെയാണെന്നുള്ളത്, ഓൺ ദ വേ എങ്ങനെയാണ് ട്രാഫിക് എന്നുള്ളത്, ട്രിവാൻഡ്രത്ത് എത്തുമ്പോൾ ട്രാഫിക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാറിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരേ സ്പീഡിൽ നമ്മൾ ഒരിക്കലും ട്രാവൽ ചെയ്യുന്നില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം, ഞാൻ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ ട്രാവൽ ചെയ്തു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരാൾ എന്നോട് ചോദിക്കാം, നിങ്ങൾ എത്ര സ്പീഡിലാണ് ട്രാവൽ ചെയ്തത്, ഏത് സ്പീഡിലാണ് ട്രാവൽ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു വാല്യൂ ഇല്ല അല്ലേ? കാരണം പലപ്പോഴും ട്രാഫിക് കൂടുതലാകുമ്പോഴത്തേക്കും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും, ട്രാഫിക് കുറവാകുമ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടുകയും ചെയ്യും. ഇങ്ങനെ പല വാല്യൂസ് ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരൊറ്റ വാല്യൂ ഉള്ളൂ, ആവറേജ് സ്പീഡ് എത്ര ആയിരുന്നു. ഓക്കെ. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു നടുക്ക് വരുന്ന ഒരു വാല്യൂ എത്രയായിരുന്നു, അതാണ് ഈ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ആവറേജ് സ്പീഡിന്റെ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, പക്ഷെ രണ്ട് തരത്തിലുള്ള ആവറേജ് സ്പീഡുകളുണ്ട്. അതിലേക്ക് കിടക്കാം. ആവറേജ് സ്പീഡ് എന്നുള്ള എത്രയേ ഉള്ളൂ, ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസ് നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടോ ടോട്ടൽ ടൈമും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് കിട്ടുന്നത്, അതിനെയാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. എന്താണ് ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസ് നിങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ടോ ആ ഡിസ്റ്റൻസിന് എത്ര സമയം എടുത്ത് യാത്ര ചെയ്തു അതിന്റെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആണ് ആവറേജ് സ്പീഡ്. ഓക്കെ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഓക്കെ. സോ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസിന് SI യൂണിറ്റിലാണ് നമ്മൾ എഴുതുന്നെങ്കിൽ അതിന് മീറ്റർ, ടൈം SI യൂണിറ്റിലെ സെക്കൻഡ് ആണ് അല്ലേ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ SI യൂണിറ്റ്. നിങ്ങൾ ഓൾറെഡി ഞാൻ സ്പീഡ് കേസ് പറഞ്ഞപ്പോൾ നമ്മൾ അത് പറഞ്ഞു. പക്ഷെ പലപ്പോഴും ഉണ്ടല്ലോ, എനിക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, പലപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യനുകളിൽ കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിനേഷന്റെ കേസും കൂടെ പറയുന്നുണ്ട്, ബോർഡ് എക്സാമിന്റെ കേസ് മാത്രമല്ല. ഓക്കെ. ക്വസ്റ്റ്യനുകളിൽ കിലോമീറ്റേഴ്സ് പെർ അവറിലായിരിക്കും പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ. കിലോമീറ്റേഴ്സ് പെർ അവറിൽ എന്ന് വെച്ചാൽ 1 അവറിൽ എത്ര കിലോമീറ്റർ യാത്ര. എക്സാമ്പിൾ 1 കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ പലപ്പോഴും നമുക്കത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാ? മീറ്റർ പെർ സെക്കൻഡ് ആണ് SI യൂണിറ്റ്, സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ കൺവേർഷൻ നമുക്ക് നടന്നിരിക്കാം. എങ്ങനെയാണ്? കിലോമീറ്റർ പെർ അവറിന് 1 കിലോമീറ്റർ എന്നുള്ള എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ഡിവൈഡഡ് ബൈ 1 അവർ എന്നുള്ളത് 60 മിനിറ്റ്. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എന്നുള്ളത് 60 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 0സും 6ഉം എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ മേളിൽ 5 വരും, താഴെ 18 വരും.
മീറ്റർ പെർ സെക്കൻഡ്. 1 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് എത്രയാണ്? 5/18 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾ ഇത് ഓർത്ത് വെക്കുവാണെങ്കിൽ നിങ്ങളുടെ സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും കേട്ടോ. എന്തുകൊണ്ട്? എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. 36 കിലോമീറ്റർ പെർ അവറിനെ എനിക്ക് മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 36 കിലോമീറ്റർ പെർ അവറിനെ 36 ഇൻറ്റു 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 18 എത്ര ടൈംസ് ആണ്? 36 2 ടൈംസ് ആണ്. അങ്ങനെയാണ് നമുക്ക് എത്ര കിട്ടും? 5 ഇൻറ്റു 2 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 36 കിലോമീറ്റേഴ്സ് പെർ അവറിൽ പോകുന്ന ഒരു കാർ ഇക്വലന്റ് മീറ്റർ പെർ സെക്കൻഡ് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്തിനു വേണ്ടി ഇത് ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ നമുക്ക് കിലോമീറ്റർ പെർ അവർ വെച്ചിട്ട് ഓപ്ഷൻസിൽ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സോ പലപ്പോഴും അത് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പലർക്കും അറിയാമായിരിക്കും, പക്ഷെ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചെയ്തു തന്നാൽ നിങ്ങളത് ബുക്കിന്റെ സൈഡിലൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി നമുക്ക് ആവറേജ് സ്പീഡ് പറയുമ്പോൾ 2 തരത്തിൽ. ഇത് എന്താണെന്ന് നെക്സ്റ്റ് ഇത് വരെ NCERT നമുക്കുണ്ട്. ഓക്കെ, ഈ നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്ന ഓപ്ഷനല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പഠിക്കാം. റൈറ്റ്? സോ NCERT ഇല്ലാത്തതാണ്, പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഡിറൈവ് ചെയ്ത് കാണിക്കാൻ പോവാ. ആവറേജ് സ്പീഡ് തന്നെ 2 തരത്തിലുള്ള ആവറേജ് സ്പീഡ് ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചേക്കുന്നത് അതുപോലെ നമുക്ക് ഇക്വേഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ആവറേജ് സ്പീഡ് എത്ര തരത്തിലുണ്ട്? 2 kinds ഉണ്ട് കേട്ടോ. ഫസ്റ്റ് കൈൻഡ് ആണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പോകുന്നത്. സ്പേസ് കുറവായതുകൊണ്ടാണ് ഞാൻ ആവറേജ് സ്പീഡ് എന്നുള്ള കാര്യം കൂടെ നമ്മളിവിടെ ഡിലീറ്റ് ചെയ്ത്. ഫസ്റ്റ് കൈൻഡ് എന്നുള്ളത് എക്സാമ്പിളിൽ പറയാം. ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. പോയിന്റ് എ, ഇത് നടുക്കത്തെ പോയിന്റ് എന്ന് പറയാം. ബി, സി ആണ് എന്റെ ഡെസ്റ്റിനേഷൻ. അവിടെ കൊണ്ട് തീരും. ഈ ഒരു എക്സാമ്പിൾ നമ്മുടെ കാർ തന്നെ ആയിക്കോട്ടെ. ഈ കാർ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്തു സി വരെ പോകണം. ഈ ബി എന്നുള്ളത് നടുക്കത്തെ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്നുള്ളത് എസ് എന്നെടുത്ത ഇതും എസ് തന്നെയാണ്. ഓക്കെ, സോ ഈ കാർ പോകുന്നത് എത്രയാണ്? ഇവിടെ തൊട്ട് ബി പാസ് ചെയ്ത് സി വരെയാണ് പോകുന്നത്. പക്ഷേ കാറിനകത്തിരിക്കുന്ന ആള് ഇച്ചിരി ലേസി ആയിട്ടുള്ള ആളാണ്. ഓക്കെ, ലേസി ആയിരിക്കാം. ഞാനൊരു കണ്ടീഷന് വേണ്ടി എടുത്തതാണ്. ആയതുകൊണ്ട് ഇവിടം തൊട്ട് അദ്ദേഹം ഇവിടം വരെ യാത്ര ചെയ്തത് വളരെ സ്ലോ ആയിട്ടും ഇവിടെ നിന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്തത് വളരെ ഫാസ്റ്റ് ആയിട്ടുമാണ്. ഓക്കെ, പക്ഷെ ഇതിനകത്ത് പ്രത്യേകത എന്താണ്? ഇത് സ്ലോ ആയിട്ട് യാത്ര ചെയ്ത് അതിന്റെ സ്പീഡിനെ നമുക്ക് V1 എന്ന് വിളിക്കാം. ഇവിടം തൊട്ട് ഇവിടം വരെ യാത്ര ചെയ്ത് സ്പീഡ് V2 എന്ന് വിളിക്കാം. ചിലപ്പോൾ ഇത് ചെറുതും ഇത് വലുതുമായിരിക്കാം. ഡിസ്റ്റൻസ് സെയിം ആണ്, പക്ഷെ ടൈം എടുത്തത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ടൈമാണ് കേട്ടോ. അദ്ദേഹം വളരെ വളരെ സ്ലോ ആയിട്ട് ഇവിടെ ഓടിച്ചു, ഇവിടെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചു. വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടിച്ച ടൈം ചെറുതായിരിക്കും. T2 എന്ന് പറയുന്നത് വലുതാണ് എന്ന് കരുതരുത്, ചെറുതായിരിക്കാം. എന്താണെങ്കിലും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഡിസ്റ്റൻസ് ഈ 2 കേസിലും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തേക്കുന്ന സെയിം ആണ്, ടൈം ഡിഫറെന്റ് ആണ്, സ്പീഡ് വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പറയാം, ഡിസ്റ്റൻസ് സെയിം ആണ്, കണ്ടീഷൻ ആണ് കേട്ടോ. ആ കണ്ടീഷൻ ഉപയോഗിച്ചാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ടൈം ഡിഫറെന്റ് ആണ്, അതുപോലെ തന്നെ സ്പീഡ് ട്രാവൽ ചെയ്തിരിക്കുന്ന സ്പീഡ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് ആവറേജ് സ്പീഡായി വെച്ചേക്കുന്നത് ആവറേജ് സ്പീഡ്. എപ്പോഴും ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ് കേട്ടോ. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ് ഇവിടെ? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇവിടം വരെ. സോ ഇവിടം തൊട്ട് ഇവിടം വരെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? എസ് പ്ലസ് എസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്താണ്? T1 പ്ലസ് T2. പക്ഷെ നിങ്ങൾക്ക് ഞാൻ സ്പീഡ് പറയുന്നതിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഒന്ന് എടുത്ത് നോക്കാം. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം.
എസ് പ്ലസ് എസ് 2s നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ എഴുതുക. t1 എന്നുള്ളത് എന്താണ്? ഈ സമയമാണ്. ദിസ് ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഓക്കെ, പ്ലസ് t2 എന്നുള്ളത് ഈ സമയമാണ്. ഇസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ സ്പീഡ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. എത്ര ഭാഗം ഉണ്ടായിരുന്നു, എത്ര സ്പീഡുകൾ ഉണ്ടായിരുന്നു? 2 സ്പീഡുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്കിങ്ങനെ എസ് പ്ലസ് എസ് ഡിവൈഡഡ് ബൈ എസ് ഡിവൈഡഡ് ബൈ v1 പ്ലസ് എസ് ഡിവൈഡഡ് ബൈ v2 എന്ന് എഴുതാൻ സാധിച്ചു. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എസ് പ്ലസ് എസ് എന്നുള്ളത് 2s. ഈ രണ്ടിനകത്തൊന്നും എസ് നമുക്ക് കോമൺ ആയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് 1 ബൈ v1 പ്ലസ് 1 ബൈ v2. ശ്രദ്ധിച്ച് കാണണം, എസ് ആൻഡ് എസ് ക്യാൻസൽ ആവും. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമുക്ക് കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ, ശ്രദ്ധിച്ചോണം, 1 ഡിവൈഡഡ് ബൈ v1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ v2. ഒന്നുകൂടെ പറയാം, ഡിസ്റ്റൻസ് സെയിം ആണ്, ടൈം ഡിഫറെന്റ് ആണ്, സ്പീഡ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അത് സാധിക്കും. ഈ രണ്ടിലെ എൽസിയം എടുക്കുക. ഈ രണ്ട് എൽസിയം വരുന്നത് v1 v2 ആണ്. ഇത് മുകളിൽ പോകും. ഇങ്ങനെയാണെങ്കിൽ 2 v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ഇത് ഓപ്ഷനിലാണെന്ന് പറഞ്ഞ് ഇത് NCERT ഇല്ല, പക്ഷെ പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ 3 വാല്യൂസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നെങ്കിൽ, മൂന്ന് വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്തു, യെസ് 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 യെസ്. ഇവിടുത്തെ സ്പീഡ് v1, ഇവിടുത്തെ സ്പീഡ് v2, ഇവിടുത്തെ സ്പീഡ് v3 ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ 2 ആയതുകൊണ്ട് 2 ഡിവൈഡഡ് ബൈ കേട്ടോ. അങ്ങനെയാണെങ്കിൽ 3 ഡിവൈഡഡ് ബൈ വരും. 3 ഡിവൈഡഡ് ബൈ 1 ബൈ v1 പ്ലസ് 1 ബൈ v2 പ്ലസ് 1 ബൈ v3. അങ്ങനെ വരുമ്പോൾ എൽസിയം വരുന്നത് എന്താണ്? v1 v2 v3 എന്ന് വരും. അത് മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. v1 v2 v3 ഡിവൈഡഡ് ബൈ v1 v2 പ്ലസ് v2 v3 പ്ലസ് v1 v3 വരും കേട്ടോ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ഇയർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലൊക്കെ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഓർത്തോണം, ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പോൾ വേണ്ടിയത് എന്താണ്? ഈ ഒരു ഇക്വേഷനാണ്. ആവറേജ് സ്പീഡ്, ഡിസ്റ്റൻസ് സെയിം, ടൈം ഡിഫറെന്റ്, സ്പീഡ് ഡിഫറെന്റ് ആണെങ്കിൽ ഇക്വേഷൻ വരും 2 v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 എന്ന ഇക്വേഷൻ വരും. നമുക്കൊരു പ്രോബ്ലം വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഒരു കാറ് ഡിസ്കസ് ചെയ്യാം. ഒരു കാറ് പോയിന്റ് എയിൽ നിന്നും ട്രാവൽ ചെയ്ത് പോയിന്റ് ബിയിൽ നിന്നും ട്രാവൽ ചെയ്ത് സെയിം ഡിസ്റ്റൻസ് പോയിന്റ് സിയിൽ വന്നു. ഇവിടെ ട്രാവൽ ചെയ്ത കാറിന്റെ സ്പീഡ് ഇവിടെ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും അതിന്റെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡിലായിരുന്നു. ഇവിടെ നിന്ന് ഇവിടം വരെ യാത്ര ചെയ്തത്. പക്ഷെ ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ യാത്ര ചെയ്യുന്നത് അത് 10 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഇതിനകത്ത് പ്രത്യേകത എന്താണ്? സെയിം ഡിസ്റ്റൻസ് ആണ്, സ്പീഡ് ചേഞ്ച് ഡിഫറെന്റ് ആകുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി എന്തായിരിക്കും? ടൈമും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. സ്പീഡ് വളരെ ഫാസ്റ്റ് ആണെങ്കിൽ ഇവിടെ കുറച്ച് സമയം മതിയാവുമല്ലോ. ഇവിടെ സ്പീഡ് കുറവായതുകൊണ്ട് ടൈം കൂടുതൽ എടുക്കും. സോ ടൈം ഡിഫറെന്റ് ആണ്, ഡിസ്റ്റൻസ് സെയിം ആണ്, സ്പീഡ് ഡിഫറെന്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു എത്ര വരുന്നത്? എന്തൊക്കെ കണ്ടീഷൻ നമ്മൾ നോക്കണം? ഡിസ്റ്റൻസ് സെയിം ആണോ നോക്കണം. ശരി, ഡിസ്റ്റൻസ് സെയിം ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് സെയിം ആണ്, സ്പീഡ് ഡിഫറെന്റ് ആണ്, ടൈം ഡിഫറെന്റ്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇക്വേഷൻ? 2 v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. അങ്ങനെ വരുമ്പോൾ 2 into 5 into 10 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 10. അങ്ങനെ വരുമ്പോൾ എന്താണ്? 2 into 5 into 10 ഡിവൈഡഡ് ബൈ 15. ഓക്കെ, സോ ഇത് എത്ര വരും? ഏതാണ്ട് ഒരു 6.6. ഇത് 15 ആണ്. 5 3 times 20 ഡിവൈഡഡ് ബൈ 3 3 6 18 6.666 മീറ്റർ പെർ സെക്കൻഡ്. 6.6 മീറ്റർ പെർ സെക്കൻഡ്. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വേറെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ്? ഒരു കാറ് പോയിന്റ് എയിൽ നിന്നും
പോയിന്റ് ബി വരെ യാത്ര ചെയ്യുന്നു അറ്റ് എ സ്പീഡ് ഓഫ് 60 kilometers per hour and travel back from എവിടെ നിന്ന് എങ്ങോട്ടാ A to B at 60 kilometers per hour, traveling back from B to A at 70 kilometers per hour. What is average speed? So പലപ്പോഴും പല കുട്ടികളും പറയാൻ കേട്ടിട്ടുണ്ട്, സാർ ഇവിടെ 1 hour ഇവിടെ 1 hour ആണല്ലോ, സോ ടൈം സെയിം ആണ്. അല്ല, എങ്ങനെയാണ്? ഇവിടെ തൊട്ട് ഇവിടെ വരെ 60 കിലോമീറ്റേഴ്സ്, നിങ്ങൾ തന്നെ കാറിലിരുന്ന് നോക്കൂ, 60 കിലോമീറ്റേഴ്സ് പെർ അവറിൽ പോയി, പക്ഷെ നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ 70 കിലോമീറ്റേഴ്സിലാണ് പോകുന്നത്. ഡെഫിനറ്റ്ലി കുറച്ച് സമയം മതിയില്ലേ തിരിച്ചു വരാൻ. സോ ടൈം സെയിം അല്ല, പക്ഷെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് സെയിം ആണ്, സ്പീഡ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇക്വേഷൻ വരാൻ പോകുന്ന ഏതാണ്? ഡെഫിനറ്റ്ലി എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആണ്, ടൈം ഡിഫറെന്റ് എടുത്തു, സ്പീഡ് ഡിഫറെന്റ് ആണ്. 2v1 v2 ഡിവൈഡഡ് ബൈ v1 plus v2 എന്ന ഇക്വേഷൻ വരും. ഓക്കെ, സോ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഡിസ്റ്റൻസ് ഡിഫറെന്റ്, ഡിസ്റ്റൻസ് സെയിം, ടൈം ഡിഫറെന്റ്. ഓക്കെ, സോ വേറെ ഒന്നും കൂടി ഉണ്ട്. ഓക്കെ, ഇത് രണ്ടാമത്തെ കേസ് എന്താണ് വരുന്നത്? രണ്ടാമത്തെ കേസ് വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേസാണ് വരുന്നത്. സെക്കൻഡ് കേസിന് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കേസാണിത്. ടൈം എന്നുള്ളത് സെയിം, പക്ഷേ ഡിസ്റ്റൻസ് ഡിഫറെന്റ്, സ്പീഡ് ഡിഫറെന്റ്. അതെങ്ങനെയാണ്? ഡിഫറെന്റ് ഡിസ്റ്റൻസും ഡിഫറെന്റ് സ്പീഡും. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള യാത്രയും ഇവിടം വരെയുള്ള യാത്രയും A B C. ഒരു കാർ നമുക്ക് ഇവിടുന്ന് യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. ഒരു കാർ A തൊട്ട് B വരെ യാത്ര ചെയ്യുന്നു, B തൊട്ട് C വരെ യാത്ര ചെയ്യുന്നു. ഓക്കെ, സോ ഈ യാത്രയ്ക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ യാത്ര ചെയ്തതിന്റെ സ്പീഡ് എന്നുള്ളത് 5 meter per second. ഓക്കെ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ട്രാവലിംഗ് എന്ന് പറയുന്നത് 10 meter per second. ഓക്കെ, സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെ കൂടുതൽ ട്രാവൽ ചെയ്തു? സെയിം ടൈമിലാണ്. ഓക്കെ, സെയിം ടൈമില്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് 10 സെക്കൻഡില് ഇവിടെ ട്രാവൽ ചെയ്ത് ഇത്രയും ഡിസ്റ്റൻസ് ആണ്, പക്ഷെ അതേ സെയിം ടൈമില് 10 സെക്കൻഡ്സില് ട്രാവൽ ചെയ്ത് വളരെ ഫാസ്റ്റ്, സ്പീഡ് കൂടുതലായില്ലേ. അങ്ങനെയാകുമ്പോൾ ഇത് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ. പ്രത്യേകത എന്താണ്? ടൈം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം സെയിം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ടൈം ടി എന്നുള്ളതും ഇവിടെ ടി എന്നുള്ളത് കൊടുക്കാം. ഡിഫറെന്റ് സ്പീഡ് ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ വൈസ് വേണ്ടിയതുകൊണ്ട് നമുക്ക് ഇവിടെ സ്പീഡ് v1 സ്പീഡ് v2 എന്നും കൊടുക്കാം. ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് s1 s2 എന്നും കൊടുക്കാം. ഇവിടെ സെയിം എന്താണ് സെയിം ആയിട്ടുള്ളത്? കൃത്യമായിട്ട് ഓർത്തോണം, ടൈം സെയിം ആണ്. ആവറേജ് സ്പീഡ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. സോ ആവറേജ് സ്പീഡ് എന്നുള്ളത് എന്താണ്? ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ എപ്പോഴും സെയിം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്നുള്ളത് s1 പ്ലസ് s2 ആണ്. ടോട്ടൽ ടൈം എന്നുള്ളത് t പ്ലസ് t ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണല്ലോ. ശരി, നമുക്ക് ആ ഡിസ്റ്റൻസ് എന്നുള്ളത് സ്പീഡ് എന്താണ്? ആദ്യത്തെ സ്പീഡ് s1 സ്പീഡ് v1 ഇൻറ്റു ടൈം എത്ര എടുത്തു? t എടുത്തു. പ്ലസ് രണ്ടാമത്തെ കേസ് s2 എന്നുള്ളത് സ്പീഡ് എത്രയാണ്? v2 ആണ്. ടൈം എത്ര എടുത്തു? t എടുത്തു. ഓക്കെ, സോ t പ്ലസ് t എത്ര? ഡിനോമിനേറ്ററിൽ t പ്ലസ് t എത്ര വരും? 2t വരും. 2t വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ എഴുതാം? ഇതിനകത്തുനിന്ന് t കോമൺ എടുക്കാമല്ലോ. റൈറ്റ്, v1 പ്ലസ് v2 വരും. ഇവിടെ 2t ഉണ്ട്, t and t ക്യാൻസൽ ആവും. ഇക്വേഷൻ എന്താണ്? v1 പ്ലസ് v2 ഡിവൈഡഡ് ബൈ 2. ഇക്വേഷനിൽ മാറ്റം വന്നതുകൊണ്ടോ? ആവറേജ് സ്പീഡ് എന്നുള്ളത് v1 പ്ലസ് v2 ഡിവൈഡഡ് ബൈ 2. രണ്ട് സ്പീഡുകളാണെങ്കിൽ, 3 സ്പീഡ് ആണെങ്കിലോ v1 പ്ലസ് v2 പ്ലസ് v3 ഡിവൈഡഡ് ബൈ 3 ആൻഡ് സോ ഓൺ. ഇന്നത്തെ പ്രത്യേകത എന്താണ്? എന്താണ് ട്രാവൽ ചെയ്തേക്കുന്നത്? സെയിം ടൈമിനാണ് ട്രാവൽ ചെയ്തേക്കുന്നത്. റൈറ്റ്, സോ അങ്ങനെ വരുമ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടം തൊട്ട് ഇവിടം വരെ യാത്ര ചെയ്തേക്കുന്ന സ്പീഡ് എന്നുള്ളത് എത്രയാണ്? 5 meter per second ആണ്. The car travels
with a speed of 10 meter per second at the same time. Car travels, ഒരു കാർ ട്രാവൽ ചെയ്യാണ് ഏതൊക്കെ ബി വരെ, ബി ടു സി, വിത്ത് ഈക്വൽ ടൈം ഓഫ് 10 seconds. 10 seconds ടൈമില് രണ്ട് കേസിലും ട്രാവൽ ചെയ്യാണ്. ഫസ്റ്റ് വിത്ത് സ്പീഡ് ഓഫ് 5 meter per second, 5 meter per second ഫസ്റ്റില്, സെക്കൻഡ് കേസിൽ 10 meter per second. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ട കാര്യം എന്താണ്, സെയിം ടൈം ആണ് കേട്ടോ. ടൈം സെയിം ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ വരാൻ പോകുന്നത് എന്താണ്, ഇക്വേഷൻ വരാൻ പോകുന്നത് ആവറേജ് സ്പീഡ് എന്നുള്ളത്. എന്താണ് ഇക്വേഷൻ വരുന്നത്, 5 plus 10 divided by 2 എത്ര വരും, 15 divided by 2 7.5 meter per second. സെയിം വാല്യൂസ് ആയിരുന്നു അല്ലേ, പക്ഷെ ഒന്ന് 7.5 നേരത്തെ നമ്മൾ ചെയ്തതിന്റെ വാല്യൂ എത്രയാണ്, 6.66 ആണ്. ഏതാണ്ട് 6.7 നമുക്ക് വിളിക്കാം. ഓക്കെ, സോ രണ്ട് വാല്യൂ കേട്ടോ. സോ ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ, ഡിപ്പെൻഡിങ് ഓൺ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ റിസൾട്ട് വരാൻ പോകുന്നത്. അങ്ങനെ രണ്ട് തരത്തിലുള്ള ആവറേജ് സ്പീഡിനെ കുറിച്ചും നിങ്ങളിത് പഠിച്ചിരിക്കുന്നു. ഇത് പക്ഷേ ഓപ്ഷണൽ കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ യു ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് വൺ, റൈറ്റ്? ഓക്കെ, ഇവിടെ താഴെ നമ്മൾ വീഡിയോസിന്റെ ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടി അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകും, റൈറ്റ്? സോ നെക്സ്റ്റ് നമുക്ക് ഇവിടെ പറയാൻ പോകുന്നത് എന്നുള്ളത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഇൻസ്റ്റന്റേനിയസിന്റെ അർത്ഥം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇൻസ്റ്റന്റ് എന്ന് വെച്ചാൽ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ടൈമില്, ആ ഒരു കൃത്യമായിട്ടുള്ള ടൈമില് അതിന്റെ സ്പീഡ് എത്രയായിരുന്നു എന്നറിയാനായിട്ടാണ് അതിന്റെ ഒരു ഐഡിയ ആണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, നമ്മളൊരു കാറിലിരിക്കണം, ഞാൻ കോമൺ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. നമ്മളൊരു കാറിലിരിക്കുകയാണ്, നമ്മളോട് ഒരു മെഷർമെന്റ് എടുക്കാൻ പറഞ്ഞു. എന്താണ് മെഷർമെന്റ് എന്നുള്ളത്, നമ്മൾ ഇടത്തുനിന്ന് വേറെ ഇടത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് തന്നേക്കുന്നത് സ്പീഡോമീറ്റർ, വണ്ടിക്കകത്തിരിക്കുന്ന സ്പീഡ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് നമുക്ക് അറിയാമല്ലോ, സ്പീഡോമീറ്റർ. ഓക്കെ, ആ സ്പീഡോമീറ്റർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. രാവിലെയാണ് 8 മണിക്കാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് 9 മണിക്ക്, എക്സാമ്പിൾ കൃത്യമായിട്ട് ആ 9 മണിക്ക് ആ കാറിന്റെ സ്പീഡ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കൊരു വാച്ചിന്റെ ആവശ്യമില്ല. ഓൾസോ നമ്മൾ എന്ത് ചെയ്യും, 9 ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വാച്ചിലേക്ക് 9 ആയി, പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കും, സ്പീഡോമീറ്ററിലേക്ക് നോക്കും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് വന്നില്ലേ, ആ ടൈം ഗ്യാപ്പ് വന്നപ്പം കൃത്യമായിട്ട് 9 മണി ആയി. പക്ഷെ നമ്മൾ അങ്ങോട്ട് നോക്കി വരുമ്പോഴത്തേക്കും ടൈം നമുക്ക് വേണ്ടി നിൽക്കുന്നില്ലല്ലോ. 9 മണി എന്നുള്ള ടൈം അവിടെ നിൽക്കുന്നില്ല, അത് പാസ് ചെയ്തു. ഞാൻ നേരത്തേക്കും കൃത്യമായിട്ട് 9 മണിയുടെ വാല്യൂ ആണ് അവിടെ എടുത്തേക്കുന്നത്, ശരിയായിട്ടുള്ള വാല്യൂ അതല്ല, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വാച്ചിൽ നിന്നും നമ്മുടെ സ്പീഡോമീറ്ററിലേക്ക് നോക്കുന്നതിന്റെ ആ ടൈം ഗ്യാപ്പ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുവാണെങ്കിൽ കൃത്യമായിട്ട് 9 മണിക്ക് നമുക്ക് എത്ര സ്പീഡ് നമുക്കുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. എന്താണ് ആ ടൈം ഗ്യാപ്പ്, നമ്മൾ മെഷർ ചെയ്യുന്നതിന്റെ ടൈമിന്റെ ഗ്യാപ്പ് വളരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് ആ സ്പീഡിനെ പറയാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയല്ലോ. സ്പീഡിന്റെ ഇക്വേഷൻ, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഈ ടൈമിന്റെ വാല്യൂസിന്, സോ നമ്മൾ ഇവിടെ ഡെൽറ്റ ടി എന്നാണ് കൊടുക്കുന്നത് ടൈം, അതുപോലെ തന്നെ ഡെൽറ്റ എക്സ് എന്നും കൊടുക്കുന്നു. ഇവിടെ ഈ ടൈം ഗ്യാപ്പിനെ നമ്മൾ എന്താണ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ആ ടൈം ഗ്യാപ്പിനെ, ആ മെഷർമെന്റ് എടുക്കുന്ന ടൈം ഗ്യാപ്പിനെ എത്ര ചെറുതാക്കാൻ സാധിക്കുന്നു അത്രയും ചെറുതാക്കാൻ പറ്റുകയാണെങ്കിൽ ആ ടൈമിൽ നമ്മൾ എടുക്കുന്ന മെഷർമെന്റിന്, സ്പീഡിന്റെ മെഷർമെന്റിനാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. സോ മാത്സിൽ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പറയാനായിട്ട് സാധിക്കും. എന്താണ് ഈ ലിമിറ്റ് എന്നുള്ളത്, സോ ഈ ടൈം എന്നുള്ളത്, ടൈമിന്റെ വാല്യൂ ചെറുതാക്കി സീറോയുടെ അടുത്തോണ്ട് കൊണ്ടുവരിക. നെവർ ബിക്കം സീറോ ആവുന്നില്ല, പക്ഷെ സീറോയ്ക്ക് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. 1 അല്ല, 0.99 അല്ല, 0.00009 അല്ല,
എത്ര നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റുന്നു അത്രയും ക്ലിയർ ആയിട്ട് ആ കൃത്യമായ ടൈമില് എത്രയായിരുന്നോ സ്പീഡ് ആ സ്പീഡ് നമുക്ക് കിട്ടും. അതാണ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 എന്ന് പറയുന്നത്. ഈ ടൈമിനെ വളരെ ചെറുതാക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ സ്പീഡിനെ നമ്മൾ വിളിക്കുന്നതാണ് dx by dt. നിങ്ങൾ മാത്സിലെ ലിമിറ്റ്സ് എന്ന ചാപ്റ്ററിൽ അത് പഠിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. ഡിസ്റ്റൻസ് ടൈം മാറുന്ന അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഡിസ്റ്റൻസ് ടൈം മാറുന്ന അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, ശരി, അന്നേരം കാറിന്റെ പലപ്പോഴും പല ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുമല്ലേ. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണ് റെഫറൻസ്, അവിടെ നിന്ന് നമ്മൾ മെഷർ ചെയ്യുമ്പോഴത്തേക്കും കാറിന്റെ വാല്യൂ, കാറിന്റെ ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുക സമയം പോകുന്നതനുസരിച്ച്. സോ ടൈം ഡിസ്റ്റൻസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, ടൈം ആവുന്നതനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് നമ്മള് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന കാൽക്കുലസിൽ വിളിക്കുന്ന പേരെന്താണ്? ഡിഫറൻസിയേഷൻ. കാൽക്കുലസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ന്യൂട്ടൺ ആണ്. സോ ന്യൂട്ടന്റെ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ഓൾസോ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ന്യൂട്ടൺ. സോ കാരണം ഹിസ്റ്ററി സേസ് ദാറ്റ്. ഓക്കെ, അതിനകത്ത് തന്നെ തർക്കങ്ങളുണ്ട് എങ്കിൽ പോലും നമ്മൾ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ന്യൂട്ടൺ ആണ് കാൽക്കുലസ് കൊണ്ടാണ്. dx by dt velocity is equal to dx by dt എന്ന് പറയുന്ന ഡിഫറൻസിയേഷൻ. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസിനെ ടൈം ഉപയോഗിച്ച് എഴുതുന്ന ഒരു ഇക്വേഷനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. എക്സാമ്പിൾ, ഒരു കാർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക with a distance as a function of time, ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ട്. എക്സാമ്പിൾ 2 + 2t ഇന്ന് നമ്മൾ എടുത്ത വീഡിയോയിൽ ആദ്യം തന്നെ എടുത്ത ഇക്വേഷനാണ് 2 + 2t. അതിന്റെ ഫൈൻഡ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എപ്പോഴാണ്, ഏത് സ്പീഡിലാണ്? അറ്റ് t = 2 സെക്കൻഡിലുള്ള ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എത്രയാണ്? അല്ലെങ്കിൽ t = ഓക്കെ, സോ കുറച്ചുകൂടെ ഒന്ന് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടാൻ. ഓക്കെ, t = 2 സെക്കൻഡ്സ് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും നോക്കാം. റൈറ്റ്, 2 സെക്കൻഡ്, കൃത്യമായിട്ട് 2 സെക്കൻഡിൽ അതിന്റെ സ്പീഡ് എത്രയാണ്? അതിന് എന്ത് ചെയ്യണം? നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? പിന്നെ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ dt എന്ന് എഴുതണം. ഡിഫറൻസിയേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഫറൻസിയേഷൻ അറിയാമെന്ന് കരുതുകയാണ്. സോ d by dt of ഡിസ്റ്റൻസ് എന്നാണ്, ഡിസ്റ്റൻസ് ഇതാണ് 2t + 2t സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടായിട്ടല്ല, d by dt of 2t + d by dt of 2t സ്ക്വയർ. ഇവിടെ എഴുതുക കേട്ടോ, ഇവിടെ തന്നെ എഴുതാം. ഓക്കെ, സോ 2 കോൺസ്റ്റന്റ് ആണ്. d by dt of t എന്ന് പറയുന്നത് 1, correct, പ്ലസ് d by dt of 2 കോൺസ്റ്റന്റ് ആണ്, റൈറ്റ്, ഇൻറ്റു t സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്ത 2t ഇൻറ്റു dt by dt, that is 1. ഓക്കെ, സോ എൻ്റെ ഇക്വേഷൻ വരുന്നത് 2 + 40 വന്നു. എപ്പോഴത്തെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് വേണ്ടി t = 2 സെക്കൻഡ്സ് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതാം v is equal to 2 + 40 ആണ്. അറ്റ് t is equal to എപ്പോഴാണ്? 2 സെക്കൻഡ്സ് ആണ്. 2 സെക്കൻഡ്സിലെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്നുള്ളത് 2 + 4 × 2, 4 × 2 is 8 + 2 എത്രയാണ്? 10 m/s സ്പീഡില് കൃത്യമായിട്ട് 2 സെക്കൻഡ്സിൽ ഈ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് കൃത്യമായിട്ട് 2 സെക്കൻഡ്സിൽ അതിന്റെ സ്പീഡ് 10 m/s ആണ്. റൈറ്റ്, നിങ്ങൾക്ക് ഇവിടെ ഇനി ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വെലോസിറ്റിനെ കുറിച്ച് പറയും, അവറേജ് വെലോസിറ്റിയെ കുറിച്ച് പറയും, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ കുറിച്ചും നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇതുവരെ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് കരുതുകയാണ്. റൈറ്റ്,
ഓക്കെ, സോ വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ, ഇനി അടുത്ത വീഡിയോയിൻ്റെ നമുക്ക് തീർച്ചയായും അതിലേക്ക് കാണാം. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും നമർത്തി വിടണം. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. റൈറ്റ്, കാരണം നമുക്ക് കിട്ടുന്ന പ്രയോജനം തന്നെ മറ്റുള്ളവർക്കും കിട്ടുകയും നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഞാൻ തരുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ, ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ് കേട്ടോ. വളരെ ഫ്രാങ്കായിട്ട് ചോദിക്കണം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡൗട്ടുകൾ ചോദിക്കാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ.